ഹായ് കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് പിച്ചക്കാരി ഇരിക്കുന്നതെന്ന് നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ. കുറച്ച് കൊഞ്ച് വാങ്ങിച്ച് അങ്ങനെ അതിനെ നുള്ളി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. രാത്രി ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ്. നമ്മൾ രാവിലെ തീയൽ വയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇതിൽ കൊഞ്ച് നുള്ളും ഇച്ചിരി നേരം ആവത്തില്ല. ഇതിന് തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. വലിയ കൊഞ്ച് കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു കൊഞ്ച്, നല്ല മുഴുത്ത കൊഞ്ച്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ശരി, ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാമെന്നും പറഞ്ഞ് മോനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു വീഡിയോ എടുപ്പിച്ചതാണ്. എങ്ങനെയുണ്ട്? ശരി, ഓക്കെ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊഞ്ചിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലത്തെയാണ് ഇത്. അപ്പം നല്ല സൂപ്പറായിട്ട് കൊഞ്ച് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം കൊഞ്ച് തീയൽ വയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളിനി പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം, ഒരു വീഡിയോ കണ്ടന്റ്. തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയിൽ 2 ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ച് ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കടുകിൻ്റെ കൂടെ 2-3 ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കറിക്ക് എപ്പോഴും ഞാൻ ശകലം ഉലുവ ഇടും. അങ്ങനെ ഇവനെ ഒന്ന് സെറ്റപ്പ് ആകുമ്പോഴത്തേക്ക് ഇവനൊന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇന്ന് രാവിലത്തെ വ്ളോഗാണിത്. ഇന്ന് രാവിലത്തെ അല്ല, തീയൽ വെച്ചന്ന് രാവിലത്തെ. അപ്പോൾ രാവിലെ കൊച്ചുങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ റെഡിയാക്കുന്നുണ്ട്. കൊഞ്ച് തീയൽ, ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് തീയലും. പിന്നെ അവർക്കിന്ന് തൈര് ചോറ് വേണം മതി പറഞ്ഞ്. അപ്പോൾ തൈര് ചോറിന് നമുക്ക് വലിയ ജോലിയൊന്നുമില്ല. അതിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈ തന്നെ വേണം, വേറൊന്നും കഴിക്കത്തില്ല. അതാണ് അത്. ഇച്ചിരി പൊട്ടറ്റോ നല്ല ഇച്ചിരി എരിയൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ ഈ തൈര് മണമണാന്നിരിക്കുന്ന തൈരിനും ഇതിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ ഇതിനെ ഇങ്ങനെ വറുത്ത് കൊണ്ട് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തേങ്ങ വരെ വറക്കണം. ഓക്കെ, തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ കൂടെ തേങ്ങ വറക്കുന്നുണ്ട്, അത് പറയാൻ മറന്നുപോയി. പിന്നെ ഒരു ശകലമുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വേറെ എന്നാണ്, ഇന്ന് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന സുഹൃത്തുക്കൾ പ്ലീസ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വന്ന് ഉടനെ നിങ്ങൾക്കും വീഡിയോ കാണാം. തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂത്താൽ കരിഞ്ഞു പോകും. പക്ഷേ ആദ്യമേ കുരുമുളക് ഇടാൻ മറന്നുപോയി, മന്ദബുദ്ധി. അങ്ങനെ കുരുമുളക് കൂടി ഇട്ടിട്ട് അവനെ ഒന്നുകൂടെ ഒന്ന് അനത്തിയെടുത്ത് ഇനി പൊടി ഇടണം. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സ്ഥലമുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇവിടെ ഞാൻ മിക്കവാറും ഒരു കറിക്കും മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടിയായിട്ട് വലിയ ടച്ചില്ലാത്ത കൂട്ടാനുകളെ വയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് മല്ലിപ്പൊടി ഇല്ല. പക്ഷേ നാട്ടിൽ അമ്മ എന്ത് മീൻ കറിക്കാണെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടി നല്ല സൂപ്പറാണ് കോമ്പിനേഷൻ. അങ്ങനെ അത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഇനി ഇവന് കുറച്ചുകൊണ്ട് പൊടിയിട്ട് കൊടുത്ത് ഇവനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ഇരുന്ന് ആറും. അപ്പോൾ അതിനെ തേങ്ങ അരച്ചുകൊണ്ട് വരാം. 1 സ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ള കാര്യം. നമ്മളതിനകത്ത് 2 സ്പൂൺ മുളക് പൊടിയും കുരുമുളക് വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കൊഞ്ച് തീയലൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി എരിയും പുളിയൊക്കെ വേണം. പക്ഷേ ഇവിടെ കൊച്ചുങ്ങൾ ഇന്നലെ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് കഴിച്ചില്ലാരും. ചേട്ടൻ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ കൊഞ്ച് കറി സൂപ്പറായിരുന്നു. ചേട്ടന് ഞാൻ മാത്രം 1 കിലോ കൊഞ്ച് വാങ്ങിച്ചത് 2 മനുഷ്യരാണ് കഴിച്ചത്. പുളിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് റെഡിയാക്കി. ഇനി ഇവനെ നല്ല തിളച്ച് വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചിനെ അങ്ങോട്ട് വച്ച് കൊടുത്തിട്ടുണ്ട്. കൊഞ്ചിനെ ആ ചൂടുവെള്ളത്തിനകത്തോട്ട് ചാടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അങ്ങ് ചുരുണ്ട്. നിവി കണ്ടിട്ട് പുഴു എന്നാണ് പറഞ്ഞത്. ആ തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങ അരച്ച് കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇവനെ നല്ല രീതിയിൽ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത് തിളച്ചെടുത്ത് ഒന്ന് കുറുവി വന്നാൽ നമ്മുടെ കൊഞ്ച് തീയൽ ഓക്കെ. തൈര് ചോറിന് നമ്മൾ റെഡിയാക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ അതും നടത്തണം. രാവിലെ പിന്നെ ഭയങ്കര ചൂടാണ്. കൊച്ചുങ്ങൾക്ക് സ്കൂളിൻ്റെ ടൈമല്ലേ. അപ്പോൾ വെയിൽ കണ്ടോ, മുഖത്ത് തന്നെ വെയിലടിക്കുന്നുണ്ട്. കണ്ണ് തുറക്കുക. ഒരു സൈഡ് ജനലിൻ്റെ പാളി അടച്ചിട്ടിട്ടാണ് ജോലി ചെയ്യുന്നതൊക്കെ. ശരി, ഫോണിനെ ഒന്ന് സെറ്റപ്പാക്കി വെച്ചിട്ട് നമ്മൾ ചോറ് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് ഒന്ന് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആറിയ വന്ന ചോറിനകത്തോട്ട് നമ്മൾ ചോറിനെ ഒന്ന് കുത്തി ഉടച്ചിട്ട് ഇച്ചിരി നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പാല് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് കാച്ചി വെച്ചത് നമ്മൾ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യും. തൈര് ചോറിന് നമ്മൾ രാവിലെ തൈര് മാത്രം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു വിടുമ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ നമ്മൾ ഒഴിച്ച് വയ്ക്കുന്ന തൈര് പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കും. വെളിയിലിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ അങ്ങ് പുളിക്കും. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ
പാല് കാച്ചി ഒഴിച്ച് ചോറ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 3-4 സ്പൂണ് തൈരോട് മാത്രം, തൈര് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുത്തു വിടുവാണെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് നല്ല സെറ്റപ്പായിട്ടിരിക്കും, പുളിക്കത്തില്ല ഒരുപാട്, കൊച്ചുങ്ങൾക്ക് തിന്നാനും ഓക്കെയാണ്. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണെങ്കിൽ സൂപ്പർ നൈസ്. നിവിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തൈര് ചോറും ഉരുളക്കിഴങ്ങ് ഫ്രൈ. അങ്ങനെ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ശകലവും കൂടെ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്താലും തൈര് ചോറാണെന്നുണ്ടെങ്കിൽ ഒരു ശകലോടെ ഉപ്പൂടെ രണ്ടാമത് ചേർക്കും. ആ ഉപ്പൂടെ ചേർത്താലേ തൈരും പാലും ഒക്കെ ചേർക്കുന്നതല്ലേ. അങ്ങനെ ഇതിന് 4 സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മളിതിനെ കടുവും കൂടെ വറുത്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ സെറ്റപ്പായിട്ട് തൈര് ചോറ് കർഡ് റൈസ് റെഡി. ഇപ്പം നമ്മുടെ മൊഞ്ചത്തി കൊഞ്ച് നല്ല രീതിയിൽ സൂപ്പറായിട്ട് വെന്ത് കുറുവി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി ഡെക്കറേഷനൊക്കെ ചെയ്ത് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാം. അപ്പോൾ കടുവറുത്ത് ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഇതുവരെ റെഡിയായെന്നുണ്ടെങ്കിൽ ഇവ ഇനിയിപ്പോൾ അങ്ങ് ഹാളിലേക്ക് പൊക്കോളൂ. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വെച്ചാണ് കൊച്ചുങ്ങൾക്ക് ഇതെല്ലാം ലഞ്ചെല്ലാം പാക്ക് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങും ഒക്കെ വറുത്തിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. പോകണം. ഓക്കെ ബായ്. അപ്പം നമ്മുടെ മൊഞ്ചത്തി കൊഞ്ച് നല്ല അടിപൊളിയായിട്ട് ബൗളിനകത്തോട്ട് ഒഴിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന കണക്ക് തന്നെ സൂപ്പറായിട്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കൊഞ്ച് തീയൽ വയ്ക്കുന്നത്. സംഭവം നല്ല സെറ്റപ്പായിരുന്നു, ചേട്ടനും ഇഷ്ടമായി, നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു. കാണാനും മെനയുണ്ടായിരുന്നു, തിന്നാനും മെനയുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കൊഞ്ച് തീയലും തൈര് ചോറും ഉരുളക്കിഴങ്ങും റെസിപ്പിയും വീഡിയോയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.